പതി എന്ന സ്ഥാനം വരുന്നത് എന്താണ്? നമ്മുടെ മലയാള ഭാഷയിൽ പതി എന്ന് പറഞ്ഞാൽ നാഥൻ എന്നാണ്. പതിയും പത്നിയും, പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ, പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്. അപ്പൊ പതി എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം നാഥൻ എന്നാണ്. അപ്പൊ ഇവിടെ കുടുംബങ്ങളിൽ ആരാധിക്കപ്പെടുന്ന പതി എന്താണ്? അതൊരിക്കലും ഭർത്താവ് എന്നുള്ള ആശയമൊന്നുമല്ല, കാരണവർ എന്നുള്ള ആശയം തന്നെയാണ്. ഒരു കുടുംബത്തിൽ കാലങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ കാരണവന്മാരെ ചിലയിടങ്ങളിൽ വച്ച് ആരാധിക്കുന്ന പതിവ് ഉണ്ട്. അങ്ങനെയുള്ള കാരണവന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് പതി. പിന്നീട് കാലാന്തരത്തിൽ അതിൻ്റെ അർത്ഥത്തിന് പോലും മാറ്റം വന്നിട്ട് ഈ കാരണവന്മാർ ഉപാസിച്ചിരുന്ന ചില മൂർത്തികൾ പതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അത് പലപ്പോഴും വിചിത്രമായ മൂർത്തി സങ്കല്പങ്ങളൊക്കെ ആയിട്ട് മാറാനും തുടങ്ങി. ആരംഭത്തിൽ എന്താണോ വെച്ച് ആചരിച്ചിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല പേരുകളിൽ പല ഭാവങ്ങളിൽ ഈ പതി സങ്കേതങ്ങൾ അറിയപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് വന്നു. ചുരുക്കത്തിൽ ഇത് എന്താണെന്ന് അവർക്ക് പോലും അറിയാത്ത ഒരു അവസ്ഥ ചിലയിടങ്ങളിൽ കാണാറുണ്ട്.